പ്രൈസ് ടു ജീസസ്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്രിസ്തീയ വന്ദനം ചൊല്ലി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെ ജീവിതത്തിലും ആത്മീയമാകുന്നൊരു സന്തോഷം കർത്താവ് നൽകുന്ന സമയമാകുന്നു. ഈ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കർത്താവ് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്ന ആ സ്വർഗീയമാകുന്ന വചനത്തിലേക്ക്, ആ ശുശ്രൂഷകളിലേക്ക് സസന്തോഷം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. മനുഷ്യൻ്റെ വീഴ്ചയുടെ പശ്ചാത്തലം ഒരൊറ്റ വാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് വീണപ്പോഴാണ് മനുഷ്യൻ്റെ വീഴ്ച ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് വീണപ്പോൾ മനുഷ്യൻ സാത്താൻ്റെ വാക്കിനാൽ എടുക്കപ്പെട്ടു. ഒന്നും കൂടെ, ദൈവത്തിൻ്റെ വാക്കിൽ നിന്ന് മനുഷ്യൻ വീണപ്പോൾ അവൻ സാത്താൻ്റെ വാക്കിനാൽ എടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വാക്കിന് അനുസരണക്കേട് കാണിച്ചപ്പോൾ അവനെ സാത്താൻ്റെ വാക്കും ആജ്ഞകളും അനുസരിപ്പിക്കാനും നടത്താനും തുടങ്ങി. എന്നാൽ കർത്താവായ രക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ അവതാരത്തോടുകൂടെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ആത്മീയ അന്തസ്സ് അവനിലേക്ക് മടങ്ങി വരത്തക്കവണ്ണം ഒരു വലിയ യാഗം കർത്താവായ യേശുക്രിസ്തു അർപ്പിച്ചു. ആ യാഗം താൻ തന്നെ സൗരഭ്യവാസനയായി പിതാവിന്, മനുഷ്യന് വേണ്ടി, എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി അർപ്പിച്ചു എന്നുള്ളതാണ്. ആ യാഗത്തിൻ്റെ ശക്തിയും ആ യാഗത്തിൻ്റെ പുകയുടെ മണവും ആ വാസനയും കേവലം 6000 കൊല്ലങ്ങൾക്ക് മുൻപേ അന്തരീക്ഷത്തിലൂടെ കടന്ന് അത് സ്വർഗത്ത് വരെ മുട്ടി അവിടം കൊണ്ട് തീർന്നു പോയില്ല. ഈ 2024 വർഷത്തിലും, ഈ വർഷത്തിലും, ഈ മാസത്തിലും ആ സൗരഭ്യ വാസന ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭവനങ്ങളിൽ, നിങ്ങളിപ്പോൾ എവിടെ വെച്ചാണോ ഈ സന്ദേശം കേൾക്കുന്നത് അവിടെ, നിങ്ങൾ ഏത് രാജ്യത്തിലാണോ അവിടെ, നിങ്ങൾ വാഹനത്തിലാണെങ്കിൽ അവിടെ, ലിവിംഗ് റൂമിലാണെങ്കിൽ അവിടെ, നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ അവിടെ, അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ അവിടെ, എവിടെയാണെങ്കിലും ആ വാസന പരന്നു നിൽക്കുന്നത് കൊണ്ട് ഇന്നും ഒരു റിസ്റ്റോറേഷനുള്ള എല്ലാ സാധ്യതയും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു റിസ്റ്റോറേഷനുള്ള എല്ലാ സാധ്യതയും, ഒരു മടങ്ങി വരവിനുള്ള എല്ലാ സാധ്യതയും, ഒരു തിരിച്ചു പിടിക്കലിൻ്റെ എല്ലാ സാധ്യതയും വിശുദ്ധ ബൈബിൾ തൻ്റെ പുത്രൻ മുഖാന്തരമായി നൽകുമ്പോൾ മനുഷ്യൻ്റെ വീഴ്ചയുടെ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം മാറി മനുഷ്യൻ സകലതും തിരിച്ചു പിടിക്കുന്ന കർത്താവിൻ്റെ യേശുവിൻ്റെ നാമം ഉയർത്തത്തക്ക നിലയിൽ ദൈവം ഇന്ന് ചിലരെ സ്വർഗീയ ശക്തി കൊണ്ട് ചൂട് പിടിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം വളരെ സുപരിചിതമാണ്. എങ്കിലും ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു കുറിവാക്യമായി അത് വായിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അന്നും ഇന്നും ദൈവത്തിൻ്റെ വാക്കിനെ മുന്നിൽ വെച്ചാണ് സാത്താൻ കളിച്ചിട്ടുള്ളത്. അന്നും ഇന്നും ദൈവത്തിൻ്റെ പേരിനെ മുന്നിൽ നിർത്തിയാണ്
അദ്ദേഹം ഒരു ഹിഡൻ പ്ലെയറായി ഈ ഭൂമിയിൽ കളിച്ചിട്ടുള്ളത്. അന്നും ഇന്നും മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വാക്കിനെ, ദൈവത്തിൻ്റെ നാമത്തെ മായിച്ചു കളഞ്ഞുകൊണ്ടല്ല, ദൈവത്തിൻ്റെ നാമത്തെ വെച്ച് തന്നെയാണ് അവൻ എല്ലാ ഗെയിംസും അവൻ പ്ലേ ചെയ്യുന്നത്. ഏദൻ എന്ന തോട്ടത്തിലും പാമ്പ് കയറിയതും കർത്താവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഏദൻ എന്ന തോട്ടത്തിനകത്ത് സംഭാഷണം മുൻപോട്ട് പോയതും 3-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ദൈവം എന്ന വാക്കിനെ മുൻനിർത്തി തന്നെയാണ്. എന്നാൽ ഒരു വാക്ക് അതിനകത്ത് പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടിരിക്കുന്നു, കൗശലം. കൗശലം. ഇന്ന് ഞാൻ ആത്മാവിൽ ഈ തിരുവെഴുത്ത് ഇവിടുന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ, എൻ്റെ വീടിനകത്ത് ഒരു വ്യക്തി ദൈവനാമം പറഞ്ഞ് കയറിക്കഴിഞ്ഞാൽ അത് ദൈവാത്മാവിനകത്താണോ കൗശലത്തോടു കൂടെയാണോ കടന്നു കയറുന്നത് എന്നറിയാൻ കഴിയുന്ന ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവിൽ ഞാൻ വസിക്കുന്നു എന്ന് ഉറപ്പാക്കിയാൽ, എൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഒരു വ്യക്തി കാലുകുത്തുമ്പോൾ ദൈവാത്മാവിലോ സാത്താൻ്റെ ആത്മാവിലോ എന്ന് തിരിച്ചറിയുവാൻ അകത്ത് വസിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിലാണ് ഞാനെന്ന് ഉറപ്പുവരുത്തുന്നു എന്നുണ്ടെങ്കിൽ, എന്നോട് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അത് ദൈവനാമം തുടങ്ങി അവൻ സാത്താന്റെ പ്രവൃത്തിയിൽ അവസാനിപ്പിക്കത്തില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വിസ്ഡം എൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കുന്നിടത്തോളം കാലഘട്ടത്തിൽ ഇന്ന് ഈ സന്ദേശം കാണുന്ന, ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന, ഇന്ന് ഈ തിരുവെഴുത്തിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭവനത്തിലെങ്കിലും, ജീവിതത്തിലെങ്കിലും, ഓഫീസിലെങ്കിലും, കുടുംബത്തിലെങ്കിലും സാത്താന് ദൈവനാമം കൊണ്ട് കയറാൻ കഴിയത്തില്ല എന്ന് ഞാൻ ആത്മനിയോഗത്തോടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോയവരോട് സംസാരിച്ചാൽ, അവർ ദൈവനാമത്തെ അറിഞ്ഞു വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ വിട്ടേച്ചും പോയത്. ഇന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ, എനിക്കിങ്ങനെ ഒന്നും ജീവിക്കണ്ട എന്ന് ദൈവത്തിന് അറിയരുതോ? എന്നാൽ പിന്നെ കർത്താവിന് ആ കഷ്ടത എടുത്ത് അങ്ങ് മാറ്റരുതോ? കർത്താവിന് എന്താ അതൊന്നും സാധിക്കത്തില്ലേ? ദൈവത്തിന് എന്താ ഇതൊന്നും കഴിയത്തില്ലേ എന്ന് പറഞ്ഞ് തന്നെയാണ് അവരുടെ ആത്മീയ ജീവിതം മടുത്തും മരവിപ്പിച്ചും ഒക്കെ ഇട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത്, ഇതൊരു വലിയ ഗെയിമാണ്. ഇതൊരു വലിയ മാഫിയയാണ്. ഇതൊരു സാത്താനീയ മാഫിയയാണ്. ഒരു കൂട്ടം ദുരാത്മാക്കൾ, ഒരു കൂട്ടം ലഗ്യോന്യ ശക്തികൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ദൈവപുത്രന്മാരെ, കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ തകർക്കാൻ വേണ്ടി അവരേത് നാമം വിശ്വസിക്കുന്നോ അതേ നാമത്തെ മുന്നിൽ നിർത്തി, ആ കാർഡ് മുന്നിൽ വെച്ച് നിനക്ക് വിലപേശും. യേശുവിന്റെ നാമത്തിൽ താങ്കൾക്ക് വിലപേശും. ആ കാർഡിനെ മുൻപിൽ വെച്ചുകൊണ്ട് താങ്കൾക്ക് വിലപേശും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹെൽത്തിന് വിലപേശും, നിങ്ങളുടെ കഴിവുകൾക്ക് വിലപേശും, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വിലപേശും, നിങ്ങളുടെ അഭിഷേകത്തിന് വിലപേശും. ഹല്ലേലൂയ. എന്നാൽ ആ കാർഡിനെ ഇങ്ങോട്ട് മേടിച്ചേച്ച് അവന്റെ ചീട്ട് കീറി വിടാനുള്ള ഒരു ദൈവിക അഭിഷേകം ഈ തലമുറയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ, ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്യുന്ന ചിലരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വർദ്ധിപ്പിക്കുന്ന ഒരു സമയം, ദൈവത്തിന്റെ ആത്മാവ് വർദ്ധിപ്പിക്കുന്ന കുഞ്ഞെ, നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ നാമത്തെ വെച്ച് ഇനി വിലപേശാൻ ഇനി ശത്രുവിന്റെ വാ തുറക്കത്തില്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിശ്വസിച്ച ദൈവത്തെ വെച്ച് നിങ്ങളെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കാൻ ഇനി ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തു സൂക്ഷിച്ച നിങ്ങളുടെ വിശ്വാസത്തിന്റെ കോട്ടയെ നിങ്ങളുടെ കരമാകുന്ന ചുറ്റിക കൊണ്ട്, നിങ്ങളുടെ നാവാകുന്ന ചുറ്റിക കൊണ്ട് ഇടിച്ചു തകർത്ത് സംസാരിക്കാൻ, ഇനി ഒന്ന് പിറുപിറുക്കാൻ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് സാത്താൻ നിന്റെ വീടിനകത്ത് വെച്ച, നിങ്ങളുടെ ലൈഫിൽ വെച്ച ചീട്ട് കീറി വിടുന്ന ഒരു ദിവസമാണ്. Hallelujah. Praise to Jesus. Amen. കരങ്ങൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്തിയ ദൈവത്തെ. ഏദന്റെ അകത്തൊരു കാടും കൊണ്ടുവന്ന് ആദമിനെ തൊടാൻ പറ്റിയില്ല. ആദമിനെ തൊടണം എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളത്തിൽ ഇല്ലായിരുന്നു. തൊടണമെന്നുണ്ട്, പക്ഷേ അതിന്
സാത്താൻ വെച്ച കാടിൽ നിന്ന് മറ്റൊരു കാടിനെ ഉളവാക്കി. ഒന്നുകൂടെ പറയാം. ആദമിനെ തൊടണമെന്നുണ്ടായിരുന്നു ഏദൻ എന്ന തോട്ടത്തിനകത്ത്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, ഭയങ്കര ആത്മീയ അർത്ഥമുണ്ട്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് അത് തരുന്നുണ്ട്. ഏദൻ എന്ന തോട്ടത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത്, ഏദൻ എന്ന തോട്ടത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് ആദം എന്ന വ്യക്തിയെ തൊടണമെന്ന് സാത്താന്റെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഞാൻ ഒന്നുകൂടെ കയറ്റി പറയാം. ആദം എന്ന വ്യക്തിയെ തൊടണമെന്നായിരുന്നു സാത്താന്റെ ആഗ്രഹം. ബിക്കോസ് ആദ്യം ദൈവം സൃഷ്ടിച്ചത് ആദമിനെയാണ്. ആദ്യം ദൈവം ആ ഭവനത്തിൽ സൃഷ്ടിച്ച ഒരു വ്യക്തി ഇന്ന് അവിടെ ഉണ്ടാവും. ആദ്യം നിങ്ങളായിരിക്കത്തില്ല. നിങ്ങൾക്ക് മുൻപേ വിശ്വാസത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ കാണും. ഇന്നൊരു പക്ഷെ ആളിപ്പം വിശ്വാസത്തിൽ കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. നിങ്ങൾ എന്ന വ്യക്തിയെ, ആദം എന്ന വ്യക്തിയെ തൊടണമെന്ന് സാത്താന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ കാടും കൊണ്ട് ഡയറക്ട്ലി ആദമിനെ അപ്രോച്ച് ചെയ്തില്ല. സാത്താനീയ ട്രിക്കുകളെല്ലാം ഇൻഡയറക്ട്ലി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. സാത്താന്റെ സന്ദേശങ്ങൾ, സാത്താന്റെ ടെംപ്റ്റേഷൻസ്, സാത്താന്റെ വികാരങ്ങൾ, സാത്താന്റെ ചേഷ്ടകൾ, സാത്താന്റെ കൾച്ചർ, ഇതൊക്കെ ഇൻഡയറക്ട്ലി ആയിരിക്കും ഒരു വ്യക്തിയുടെ ലൈഫിൽ സ്ഥാനമെടുക്കുന്നത്. പക്ഷെ ആത്യന്തികമായി അദ്ദേഹത്തിന്റെ ഉള്ളിൽ, അയാളുടെ ഉള്ളിൽ താങ്കളുടെ ജീവിതത്തിൽ ആ കൾച്ചർ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഇനി വേർഡ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാത്താൻ വിശ്വാസികളുടെ ലൈഫിൽ, പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ അവന്റെ ഹിഡൻ കൾച്ചറുകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ ശക്തി ഇറങ്ങി സാത്താൻ വാക്കിൽ കൊണ്ടുവന്ന അവന്റെ കൾച്ചർ, വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്ന അവന്റെ കൾച്ചർ, സംസാരത്തിൽ കൊണ്ടുവന്ന കൾച്ചർ, പ്രകൃതത്തിൽ കൊണ്ടുവന്ന കൾച്ചർ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ഓ ഗ്ലോറി, ആമേൻ. സാത്താൻ കൊണ്ടുവന്ന കൾച്ചർ, അവനൊരു ചീട്ടുമായിട്ട് ഏദനിൽ വന്നു. അവനൊരു ചീട്ടുമായി നമ്മുടെ ഭവനത്തിൽ വന്നു എന്ന് പറയുന്നത് പോലെ, അവനൊരു ക്ഷണക്കത്തുമായി നമ്മുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്ന പോലെ വരത്തില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ അവന് വരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് തന്നെ കർത്താവിന്റെ കത്തിച്ചു കളയുകയാണ്. അപ്പോ ഏദൻ എന്ന ഭവനത്തിനകത്ത്, കർത്താവിന്റെ തോട്ടത്തിനകത്ത് സാത്താൻ വന്നു. എങ്ങനെ? ആദമിനെ തൊടണം. മീൻസ് കർത്താവ് ആദ്യം ക്രിയേറ്റ് ചെയ്ത, കർത്താവ് ഊതിയ ശ്വാസം കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത ദൈവത്തിന്റെ ആദിമ മനുഷ്യന്റെ അടുത്ത് സാത്താന് വരണം. പക്ഷേ അദ്ദേഹം അതിനെ എടുക്കുന്ന ഒരു റൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്ട്ലി വന്ന് ആദമിനോട് തൊടുന്നില്ല. ഇൻഡയറക്ട്ലി ആദമിനെ തൊടാൻ ഹവ്വ എന്ന ഒരു രണ്ടാമത്തെ, ഒരു സെക്കൻഡ് ക്രിയേച്ചറിനെ, ഒരു രണ്ടാമത്തെ വ്യക്തിത്വത്തെ, രണ്ടാമത്തെ ഒരു സൃഷ്ടിപ്പിനെ, രണ്ടാമത് ദൈവം കണ്ടതിനെ, രണ്ടാമത് ദൈവത്തിന്റെ ഉള്ളത്തിൽ തോന്നിയ ഒരു പദ്ധതിയെ തൊടുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഏദൻ എന്നത് നിങ്ങളുടെ ഭവനമായി ഞാൻ സങ്കല്പിച്ചാൽ, അവിടെ ദൈവം ആദ്യം ജനിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടാവും. അവിടെ ദൈവം ആദ്യം ആത്മാവ് പകർന്നൊരു വ്യക്തി ഉണ്ടാവും. അവിടെ ദൈവം ആദ്യം എഴുന്നേൽപ്പിച്ച ഒരു വ്യക്തി ഉണ്ടാവും. അവിടെ ദൈവം ആദ്യം സംസാരിച്ച ഒരു വ്യക്തി ഉണ്ടാവും. അവിടെ ദൈവം ആദ്യം കരുതിയ ഒരു വ്യക്തി ഉണ്ടാവും. ആദമിനെ കർത്താവ് സൃഷ്ടിച്ചു, രണ്ടാമത് അവന് വേണ്ടി ഒരുത്തിയെ കരുതി. ഹല്ലേലൂയ. കുഞ്ഞെ, ദൈവം തെരഞ്ഞെടുക്കുന്ന ദൈവം തെരഞ്ഞെടുക്കുന്ന എല്ലാ ഭവനത്തെയും, ദൈവം തെരഞ്ഞെടുക്കുന്ന എല്ലാ വ്യക്തികളെയും കരുതുന്ന ഒരു ശീലം എന്റെ ദൈവത്തിന് പണ്ടേ ഉണ്ട്. ആദമിനെ വേണമെങ്കിൽ സിംഹത്തിന്റെ കൂടെ ഇടാം, പുലിയുടെ കൂടെ ഇടാം, കടുവയുടെ കൂടെ ഇടാം, ചിമ്പാൻസിയുടെ കൂടെ ഇടാം, എവിടെ വേണമെങ്കിലും ഇടാം. പക്ഷേ അവനെ മനസ്സിലാക്കുന്ന, അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അവനെ കെയർ ചെയ്യുന്ന, അവനെ പോലെയുള്ള, കാണാൻ സൗന്ദര്യമുള്ള, സ്നേഹിക്കാൻ കൊള്ളാമെന്നുള്ള ഒരു കരുതൽ വേണമെന്ന്
ദൈവം ആഗ്രഹിച്ചു. അപ്പോ ദൈവം കരുതിയ ഒരു മനുഷ്യനാണ് ആദം. ആദം പ്രാർത്ഥിക്കാതെയാണ് ദൈവം ആദമിനെ കരുതിയത്. ആദം പ്രാർത്ഥിക്കാതെയാണ് ദൈവം ആദമിന് ഒരു റൈറ്റ് പേർ കൊടുത്തത്. ആദം പ്രാർത്ഥിക്കാതെയാണ് ദൈവത്തിന് ആദമിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ, ആദമിന്റെ കൈ പിടിക്കാൻ ഒരാൾ വേണമെന്ന് തോന്നിയത്. മോനെ, നീ പ്രാർത്ഥിക്കുന്നതിന്റെ മേൽ മാത്രമല്ല കർത്താവിന്റെ മറുപടി വെളിപ്പെടുന്നേ. നീ ചോദിച്ചതിന്റെ മേൽ മാത്രമൊന്നുമല്ല ദൈവം മറുപടി തരുന്നത്. നീ ചോദിച്ചാലും മാത്രമൊന്നുമല്ല ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നീ ചോദിക്കാതെ സ്വർഗം നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ നീ ചോദിക്കാതെ പല കാര്യങ്ങളും ദൈവം നിനക്കായി കരുതുന്നു. നീ ചോദിക്കാതെ പല കാര്യങ്ങളും ദൈവം നിനക്കായി കരുതുന്നു. നിന്നിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് നിന്റെ അമ്മയേക്കാൾ, അപ്പനേക്കാൾ, സഹോദരിമാരേക്കാൾ, സഹോദരന്മാരേക്കാൾ വളരെ വ്യക്തതയോടെ നിന്നെ സൂക്ഷിച്ചു നോക്കുന്ന സ്വർഗം ഇന്ന് ആരോടൊക്കെയോ പറയുന്നു, നിനക്ക് വേണ്ടി ഒരു കരുതൽ, നിന്റെ ഭവനത്തിന് വേണ്ടി ഒരു കരുതൽ വെളിപ്പെടാൻ പോകുന്നു. ഓ ഹല്ലേലൂയ, ആമേൻ, mighty name of Jesus, ഹല്ലേലൂയ, വെളിപ്പെടാൻ പോകുന്നു. അപ്പൊ ദൈവം കരുതിയ ഒരു മനുഷ്യനെ തൊടാൻ മക്കളെ ഡയറക്റ്റ്ലി കഴിയൂല. ഓ ഹല്ലേലൂയ. ദൈവം അനോയിന്റ് ചെയ്തൊരു മനുഷ്യനെ തൊടാൻ ഡയറക്റ്റ്ലി കഴിയത്തില്ല, ഇൻഡയറക്റ്റ്ലിയും കഴിയത്തില്ല. പക്ഷേ അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾക്കകത്ത് ഞാൻ വിജിലന്റ് ആയിരിക്കേണ്ടതായിരിക്കുന്നു. ഞാൻ വിജിലന്റ് ക്രിസ്തീയ ജീവിതം വിജിലന്റ് ആയിരിക്കണം. ക്രിസ്തീയ ജീവിതം വിജിലന്റ് ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഹവ്വ എന്ന വ്യക്തിയെ സാത്താൻ കയ്യിലെടുത്തതിന്റെ കാരണം ഹവ്വായെയും ആദമിനെയും ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക. എന്നാ കൊല്ലുക എന്നാണോ? അല്ല. അങ്ങനെ സാത്താൻ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ആരും കരുതരുത് സാത്താൻ വന്ന് വീട്ടിൽ കയറിയാൽ ഉടനെ അടിച്ചോണ്ട് അങ്ങ് പോകും. കരുതരുത്. നിന്നെ കൊല്ലാതെ കൊന്ന് ഇടും. ഹല്ലേലൂയ. അർത്ഥപ്രാണനായിട്ട് മീൻസ് ആത്മാവില്ലാത്തവനാക്കി, മരിച്ച ശരീരത്തോടുകൂടെ ആത്മാവില്ലാത്തവനാക്കി നിർജീവ അവസ്ഥയിൽ നമ്മളെ ജീവിപ്പിക്കും. അതാ സാത്താന്റെ ട്രിക്ക്. കാരണം ദൈവത്തിന്റെ മുൻപിൽ ഒരു വ്യക്തിയെങ്കിലും ഒരു കുടുംബമെങ്കിലും നിർജീവമായി ജീവിക്കുന്നത് ദൈവത്തിനും തൻ്റെ സന്നാഹത്തിനും ഭയങ്കര വേദന ഉളവാക്കുന്ന കാര്യമായതുകൊണ്ട് സാത്താൻ അത് ചെയ്യും. എന്നാൽ സാത്താൻ തൊടാത്തൊരു ഭവനമായി ഇന്ന് മുതൽ മാറാൻ പോവുകയാണ്. ഓരോ ഭവനങ്ങളും സാത്താൻ തൊടാത്ത ഭവനങ്ങളായി മാറാൻ പോകുക. ഓരോ കുടുംബവും സാത്താൻ തൊടാത്തൊരു കുടുംബമായി മാറാൻ പോകുക. ഇന്നത്തെ ഈ സന്ദേശത്തോടുകൂടെ ഓരോ ഭവനങ്ങളുടെ മുകളിലും എൻ്റെ ദൈവം ഒരു പ്രത്യേക അടയാളം വെക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഈ മീറ്റിംഗോടുകൂടെ ഓരോ വീടുകൾക്കും, ഓരോ വ്യക്തികൾക്കും, ഓരോ അംഗങ്ങൾക്കും പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക അടയാളം സ്വർഗം കൽപ്പിക്കാൻ പോകുകയാണ്. Amen. Oh Rabba Sakatalabaya. In the name of Jesus. അപ്പൊ എന്താ സാത്താൻ ചെയ്തത്? സാത്താൻ ചെയ്തത് ചതിയാ. പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും തിന്നരുത് എന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ട്. ഈ വാസ്തവം എന്ന വാക്ക് സാത്താൻ തന്നെ യൂസ് ചെയ്യാൻ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ആക്ച്വലി എന്ന ഒരു പദം അവിടെ വരാൻ കാരണം? അതിനകത്ത് ആക്ച്വൽ ആയിട്ടുള്ള ചില കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്. ആക്ച്വൽ ആയിട്ടുള്ളൊരു കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ദൈവം കംപ്ലീറ്റ്ലി നിന്നോട് റിവീൽ ചെയ്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ കാര്യങ്ങളും ഒന്നും സാത്താന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയില്ല. ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് അയാൾക്ക് ഇട്ടുകൊടുത്താലേ അയാൾ വല്ലതൊക്കെ മനസ്സിലാക്കുള്ളൂ. ഒന്ന് മനസ്സിലാക്കണേ ഞാൻ പറയുന്നത് എന്താന്ന്. എല്ലാ കാര്യങ്ങളും സാത്താൻ വന്ന് ദൈവം അങ്ങനെ പറഞ്ഞല്ലേ, ദൈവം ഇവന്റെ ജീവിതം ഇങ്ങനെ ചെയ്യാൻ പോവാണല്ലേ, ഇവൻ ഈ ലെവൽ. നോ, സാത്താൻ എല്ലാം ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഹവ്വായുടെ
റെസ്പോൺസിന് വേണ്ടി സാത്താൻ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ജീവിതത്തിൽ പല ചോദ്യങ്ങൾ സാത്താൻ ഇട്ട് തരും. എപ്പോ ചാടി വീണ് അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, ആ സെക്കൻഡ് നീ കീഴടങ്ങുക സാത്താന്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഉയർച്ചയില്ലല്ലോ. ശരിയാ, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു ഉയർച്ചയില്ലല്ലോ. നീ കീഴടങ്ങി. എന്താ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ കുഞ്ഞിന് ജോലി കിട്ടാത്തെ? ശരിയാ, എന്താ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെ കുഞ്ഞിന് ജോലി, പ്രാർത്ഥിച്ചിട്ട് ജോലി കിട്ടിയില്ല, നീ റെസ്പോണ്ട് ചെയ്തു, നീ കീഴടങ്ങി. ഹല്ലേലൂയ. എന്താ പ്രാർത്ഥിച്ചിട്ട് രോഗം മാറാത്തെ? എന്താ പ്രാർത്ഥിച്ച് രോഗം മാറുന്നില്ലല്ലോ, കർത്താവിന് നമ്മളെ ഒന്നും വേണ്ട, എന്റെയൊക്കെ വിധി ഇതാ. നീ കീഴടങ്ങി. ഹല്ലേലൂയ. ഇന്ന് കീഴടങ്ങിയത് നിങ്ങളെ കർത്താവ് കൈവിടത്തൊന്നുമില്ല. നീ അറിയാതെ കീഴടങ്ങി പോയതാണെങ്കിൽ, നീ അറിയാതെ നൊമ്പരം കൊണ്ട് പറഞ്ഞു പോയതാണെങ്കിൽ, നിങ്ങൾ അറിയാതെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണെങ്കിൽ, നിങ്ങളെ മറക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ചില കാര്യങ്ങൾ ഗ്രഹിക്കുന്നവന്റെ ഭവനത്തിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ കരം ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നെയിം ഓഫ് ജീസസ്. എന്താ ഞാൻ ഇത്രയും ടെസ്റ്റ് എഴുതിയിട്ട് എനിക്ക് ജോലി കിട്ടാത്ത? ശരിയാ, എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം കീറിപ്പോയി, അവർക്കെല്ലാം ജോലിയായി, അവർക്കെല്ലാം വിവാഹമായി, അവർക്കെല്ലാം കുഞ്ഞുങ്ങളായി. ഞാൻ ഇന്നും വീട്ടിൽ ഇങ്ങനെ നിൽക്കുക, ഞാൻ ഇങ്ങനെ ജനത്തിന്റെ അപമാനം സഹിച്ച് ഇങ്ങനെ നിൽക്കുക. നീ കീഴടങ്ങിപ്പോയി മോളെ, നീ കീഴടങ്ങിപ്പോയി സഹോദര, കീഴടങ്ങിപ്പോയി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയാം, 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ കീഴടങ്ങി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. But I am afraid that as the serpent deceived Eve by his cunning, your thoughts will be led astray from a sincere and pure devotion to Christ. Your thoughts, നിങ്ങളുടെ ചിന്തയാൽ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്, നിങ്ങളുടെ ചിന്തയാൽ. കുഞ്ഞെ, എന്നെ ക്രിസ്തുവിൽ നിർത്തുന്നതും എന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നതും എൻ്റെ ചിന്തകളിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അഭിഷേകം അവിടെ ഉണ്ട്, വാഗ്ദത്തം അവിടെ ഉണ്ട്, തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ട്, ശുശ്രൂഷ അവിടെ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ദൈവ വിളിയോടുകൂടെ കണക്റ്റ് ആകുന്നത് ഞാൻ ചിന്തയ്ക്കകത്ത് സ്ഥിരതയുള്ളവനായിരിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക്, വിജിലന്റ് ആയിരിക്കുമ്പോഴാണ്, കണ്ണിങ് ആയിട്ടിരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. എവിടെ സാത്താൻ ആരെ വീഴ്ത്തിയിട്ടുണ്ടോ, ഏതു ഭവനത്തെ സാത്താൻ കീഴടക്കിയിട്ടുണ്ടോ, ഏതൊരു കുടുംബത്തെ സാത്താൻ വാണിട്ടുണ്ടോ, ആ ഭവനങ്ങൾക്കകത്ത് എപ്പോഴും ദൈവത്തിന് കീഴ്പ്പെടാത്ത ഒരവസ്ഥ സംജാതമായിരിക്കും. ദൈവത്തിന് കീഴടങ്ങാത്ത, ദൈവത്തിന് സമർപ്പിച്ചിട്ടില്ലാത്ത, ദൈവത്തിന് കൈവെക്കാൻ കഴിയാത്ത ചില അവകാശങ്ങൾ മാനുഷികമായി അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ തോട്ട്സ് എന്ന് പൗലോസ് പറയുമ്പോൾ, ക്രിസ്തുവിൽ ഏകാഗ്രതയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യന്, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ഭവനത്തിനകത്ത് വസിക്കുന്ന ആത്മാവിനെ ഐഡന്റിഫൈ ചെയ്യാനും, അവന്റെ പൂർവ പിതാക്കന്മാർ ഉൾപ്പെടെ ആ മണ്ണിൽ, ആ ഭവനത്തിൽ, ആ വീട്ടിൽ, ആ ദേശത്തിൽ കൊടുത്തിരിക്കുന്ന ഏതൊരവകാശത്തെയും കീഴ്പ്പെടുത്തുവാനുള്ള ഒരു സ്വർഗീയ അധികാരം പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ഒരു മനുഷ്യന്റെ മേൽ കൊടുത്തിട്ടുമുണ്ടായിരിക്കും. എന്നാൽ എങ്ങനെയാണ് ആ അധികാരം എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് ഞാൻ അധികാരത്തിൽ തുടരാൻ കഴിയുക? വ്യക്തമായിട്ട് മനസ്സിലാക്കണം.
ഒരു പാർട്ടി, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇലക്ഷന് നിന്ന്, ഒരു കാൻഡിഡേറ്റ് ഇലക്ഷന് നിന്ന് ജയിച്ച് ആ പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഭരണ കാലഘട്ടങ്ങളിൽ മാത്രമാണ് തൻ്റെ രാജ്യത്തിൽ ആ പാർട്ടിയുടെ ഡിസിഷൻ അനുസരിച്ചുള്ള മാറ്റങ്ങളും വികസന പ്രവർത്തനങ്ങളും കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ബൈ ഇലക്ഷൻ വരുമ്പോൾ ആ പാർട്ടി ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് താഴെ പോയാൽ മുകളിൽ കയറുന്ന പാർട്ടിക്ക് നിലവിലുള്ള പല കാര്യങ്ങൾക്കകത്തും വെട്ടിത്തിരുത്തലുകൾ വരുത്തുവാൻ അവകാശം ലഭിക്കുന്നത് പോലെ, നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്നത് പോലെ, ആത്മീയ ജീവിതത്തിൽ അധികാരത്തിൽ തുടരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ താൻ അധികാരത്തിൽ നിന്ന കാലഘട്ടത്തിൽ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും അധികാരത്തിൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ അവൻ കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും അവൻ വരുത്തിയ മാറ്റങ്ങൾക്ക് പിന്നെയും മാറ്റത്തിന് സാത്താന് വിധേയപ്പെടുത്താതിരിക്കാൻ ആ മാറ്റങ്ങളെ കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുവാനും കഴിയത്തുള്ളൂ. അധികാരത്തിൽ തുടരുക. എന്റെ ഭവനം ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നിടത്തോളം കാലം, എന്റെ ജീവിതം ദൈവത്തിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നിടത്തോളം കാലം, എന്റെ മനസ്സ് ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നിടത്തോളം കാലം, എന്റെ ബുദ്ധി ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നിടത്തോളം കാലം സാത്താന് എന്റെ മേൽ ഭരണമെടുക്കാൻ കഴിയത്തില്ല. സാത്താൻ എന്റെ ഭവനത്തിന്റെ മേൽ ഭരണമെടുക്കാൻ കഴിയത്തില്ല. കാരണം ഇന്നും ഞാൻ ക്രിസ്തുവിന്റെ അധികാരസ്ഥനായിരിക്കുന്നത് കൊണ്ട്, ഇന്നും ഞാൻ ആ നിർമ്മലത വിട്ട് പിന്മാറാത്തത് കൊണ്ട്, ഇന്ന് ഞാൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുമാറാത്തത് കൊണ്ട്, ഞാൻ വിട്ടുമാറാത്തത് കൊണ്ട് എന്നെ അടർത്തി മാറ്റുവാൻ സാത്താന് സാധ്യമല്ല. എന്നാൽ ഏദന്റെ കാര്യത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഹവ്വായെ ചതിച്ചു, ഉപായത്താൽ ചതിച്ചു. ഹവ്വ എന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ 3 പേരുണ്ട് എന്നിരിക്കട്ടെ, 4 പേരുണ്ട് എന്നിരിക്കട്ടെ, 5 പേരുണ്ട് എന്നിരിക്കട്ടെ, വിവാഹത്തിന് ക്ഷണിക്കാൻ വരുന്ന കുടുംബം 5 ക്ഷണക്കത്ത് തരാറില്ല. ഒരൊറ്റ ക്ഷണക്കത്ത് തന്നിട്ട് 5 പേരെയും ഒരൊറ്റ സ്ഥലത്തേക്ക് വിളിക്കും. Am I right? നിങ്ങളുടെ വീട്ടിൽ 10 പേരുണ്ട് എന്നിരിക്കട്ടെ, 5 പേരുണ്ട് എന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വരെ ആരെങ്കിലും വന്നിട്ട് 5 പേർക്ക് ഓരോ കാർഡ് വെച്ച് തന്നിട്ട് പോയിട്ടുണ്ടോ വിവാഹത്തിന് ക്ഷണിച്ചിട്ട്? ഇല്ല. അതെന്താ? നിങ്ങളെ 5 പേരെയും കൂടെ ഞാൻ ഈ ഒറ്റ കാർഡിൽ ക്ഷണിക്കുന്നു. നിങ്ങൾ 5 പേരും ഇന്ന ദിവസം, ഇന്ന സമയം, ഇന്ന ഓഡിറ്റോറിയത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ന ചേർച്ച് ഹാളിലേക്ക് നിങ്ങൾ വരണം. ഒരു ക്ഷണക്കത്തിന് 5 പേർ യോഗ്യരായതുപോലെ ഭവനത്തിനകത്തുള്ള ഒരു വ്യക്തി സാത്താനാൽ പിടിക്കപ്പെട്ടാൽ, ഒരു വ്യക്തി സാത്താന്റെ ക്ഷണക്കത്ത് കൈനീട്ടി സ്വീകരിച്ചാൽ, ഒരു വ്യക്തി അവന്റെ ഇൻവിറ്റേഷന് റെസ്പോണ്ട് ചെയ്താൽ, അവനിലൂടെ, ആ വ്യക്തിയിലൂടെ അവൻ ആ ഭവനത്തിനകത്ത് കയറും. അതാണ് ഏദനിൽ സംഭവിച്ചത്. ഒരൊറ്റ ക്ഷണക്കത്ത് ഹവ്വായോട് മാത്രമാണ് സംസാരിച്ചത്. അപ്പോഴാണ് ഹവ്വ, പുള്ളിക്കാരി ഇച്ചിരി താഴ്മ കൂടിയ ആളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങ് എല്ലാത്തിനും മറുപടി പറഞ്ഞു. ഈ കൗശലത്തോടെ സംസാരിക്കുന്ന എല്ലാവരോടും മറുപടി പറയാൻ നിൽക്കല്ലേ. കാരണം ദൈവത്തിന്റെ പേര് മുന്നിൽ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഈ സിസ്റ്റർ മിക്സ്ചർ ആയി പോകുന്ന കാര്യം അതാ. ദൈവത്തിന്റെ പേര് മുന്നിൽ വെച്ചിട്ടാ ഉപായത്തോടെ കയറി വരുന്നത്. ദൈവത്തിന്റെ പേര് മുന്നിൽ വെച്ചിട്ടാ ചൂഷണം ചെയ്യാൻ വരുന്നത്. ദൈവത്തിന്റെ പേര് മുന്നിൽ വെച്ചിട്ടാ എല്ലാ കാര്യങ്ങൾക്കും വരുന്നത്. എന്നാൽ ഈ അന്ത്യകാലഘട്ടത്തിൽ യോവേലിന്റെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ വഹിക്കുന്ന ഒന്നിനെയും തൊടാൻ സ്വർഗം ഇന്നു മുതൽ അനുവദിക്കത്തില്ല. അതുപോലെ ഒരു ഹെവൻലി പ്രൊട്ടക്ഷൻ ഇന്ന് പരിശുദ്ധാത്മാവ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അത് സ്ത്രീയോട്, ഈ വീടിനകത്തുള്ള സ്ത്രീ ജനങ്ങളോടാണ് സാത്താൻ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് സ്ത്രീകളാണ്. പുരുഷന്മാർ പ്രാർത്ഥിക്കത്തില്ലെന്നല്ല, എന്നാലും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു കൃപ കൊടുത്തിരിക്കുന്നത് സ്ത്രീക്കാണ്. പുരുഷൻ ഇല്ലെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പുരുഷന്മാരെന്നോട് ഗർവിക്കരുത്. എങ്കിലും അവർക്ക് ദൈവം കുറച്ച് സഹിഷ്ണുത അല്ലെങ്കിൽ ഒരു ടോളറൻസ്
ദൈവം സ്ത്രീകൾക്ക് ജന്മന കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ടു ജീസസ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവെ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും സാത്താൻ എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യുന്നതും സ്ത്രീജനങ്ങളെ തന്നെ. ഹല്ലേലൂയ. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് കൽപ്പിച്ചു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഒരിക്കലും നിങ്ങൾ കരുതരുത് സാത്താൻ ഡയറക്ട്ലി സംസാരിക്കുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്ട്ലി അപ്രോച്ച് ചെയ്യുമെന്ന്. ഇൻഡയറക്ട്ലി അവൻ സംസാരിക്കത്തുള്ളൂ. അവന്റെ വാക്കിന് എപ്പോഴും ദ്വയാർത്ഥം കാണും. ഡബിൾ മീൻഡ് ആയിരിക്കും, ഡബിൾ ഫേസ് ആയിരിക്കും ആളുടെ വാക്കിന് എപ്പോഴും. നിങ്ങൾ മരിക്കയില്ല എന്ന് പറഞ്ഞപ്പോ മരിക്കത്തില്ല എന്നുള്ളത് ശരീര സംബന്ധമായും മരിക്കുമെന്നുള്ളത് ആത്മസംബന്ധമായും ഒരു സത്യം അവിടെ നിൽക്കുകയാണ്. എപ്പോഴും ഹിഡൻ ട്രഷേഴ്സ് അവൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ അനുവദിക്കത്തില്ല. ഹിഡൻ ട്രഷേഴ്സ് വെളിപ്പെട്ടു വരാൻ അനുവദിക്കത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ മീറ്റിങ്ങോടുകൂടെ മറഞ്ഞിരിക്കുന്ന ചില നിധികളെ കണ്ടുപിടിക്കാൻ, മറഞ്ഞിരിക്കുന്ന വിടുതലുകളെ വെട്ടിപ്പിടിക്കാൻ സാത്താൻ മറച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ ട്രഷേഴ്സ് ഓരോ വ്യക്തികളുടെ മുമ്പിലേക്കും വന്നു ചേരുവാൻ സാത്താൻ മറച്ചു വെച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, സാത്താൻ മറച്ചു വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ്, സാത്താൻ മറച്ചു വെച്ചിരിക്കുന്ന ഹിഡൻ ട്രഷേഴ്സ് ഇന്നത്തെ ഈ മീറ്റിങ്ങോടുകൂടെ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യാൻ പോകുകയാണ്. അത് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരിക്കാം, നിങ്ങളുടെ ഡെലിവറൻസ് ആയിരിക്കാം, നിങ്ങളുടെ ഹാപ്പിനെസ് ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലകളായിരിക്കാം. സ്വർഗം അത് ഓപ്പൺ ചെയ്യും കുഞ്ഞെ. സാത്താൻ 2 ചൊല്ലി കെട്ടിയത് ദൈവം 1 ചൊല്ലി അഴിക്കുന്നു. പുത്രനാം യേശുവിന്റെ നാമത്തിൽ കെട്ടഴിയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ശരബഖയലബ. Oh, mighty name of Jesus. Glory. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഒരു സ്ത്രീയിലൂടെ ഉണ്ടായ ഒരനുസരണക്കേടിന്റെ ഓഹരി വാങ്ങി ഭക്ഷിച്ച ഭർത്താവും സമ കുറ്റക്കാരനായി, സമശിക്ഷാവിധിയിൽ അല്ലെങ്കിൽ സമകുറ്റക്കാരനായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നൊരവസ്ഥ. ഏദൻ എന്ന ഭവനം നിങ്ങളുടെ ഭവനമായി എടുത്താൽ, ഹൗവ എന്ന വ്യക്തി നിങ്ങളുടെ ഭവനത്തിൽ ആദ്യം ദൈവം കണ്ട ഒരു വ്യക്തിയായി എടുത്താൽ, സാത്താൻ വന്ന് സംസാരിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ഭവനത്തിലെ ആ വ്യക്തിയായി സങ്കല്പിച്ചാൽ, ആ വ്യക്തിയിലൂടെയാണ് സകല തകർച്ചകളെയും, സകല ദോഷങ്ങളെയും, സകല ദൈവ കോപത്തെയും ആ ഭവനത്തിനകത്തേക്ക് വിളിച്ചു വരുത്തിയത്. തൽഫലമായി അവർക്കുണ്ടായിരുന്ന എല്ലാ ബ്ലെസ്സിങ്സും അവിടെ ബ്ലോക്കായി. സാത്താനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല. സാത്താനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ബ്ലെസ്സിങ്സ് ലീഗലി ബ്ലോക്ക് ആയിരിക്കും. ലീഗലി ബ്ലോക്ക് ആയിരിക്കും. സാത്താനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്റെ വികാരങ്ങൾ ധാരാളമാണ്. സാത്താൻ എന്റെ ഉള്ളത്തിൽ കൊണ്ടുവരുന്ന ഒരു ചിന്തയുമായി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എനിക്കൊരു വ്യക്തിയോടുള്ള ഒരു കോപവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എനിക്കൊരു വ്യക്തിയോടുള്ള മോശം ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. എന്റെ ഉള്ളത്തിൽ പൊങ്ങി വരുന്ന ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്നതിനോട് ഞാൻ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് 1 second, ജസ്റ്റ് ഫോർ 5 seconds, ജസ്റ്റ് ഫോർ 10 seconds. അത് അടുത്ത 1-ാമത്തെ മിനിറ്റിൽ പ്രവൃത്തിയായി വെളിപ്പെട്ടിരിക്കും.
ആ 1-ാമത്തെ മിനിറ്റിൽ പ്രവൃത്തിയായി വെളിപ്പെട്ടിരിക്കും. ജസ്റ്റ് ആ ഹൗവ സാത്താനുമായി ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ഒന്നിട്ടു ഒരിരയിട്ടു, ഒരു മീൻ കൊത്തി, വീണ്ടും ഒരു ഇരയിട്ടു, വീണ്ടും ഒരു മീൻ കൊത്തി. ഈ കൊത്തുന്നു എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഇട്ടോണ്ടിരിക്കും. നീ കൊത്താനുള്ള സാധനം ആദ്യം മാറ്റി വെക്ക. അവൻ കൊത്താനുള്ള സാധനം നീ ആദ്യം അങ്ങോട്ട് നീക്കി വെക്ക. അതെന്തോ ആണെങ്കിലും, അത് ഫോണാണെങ്കിലും, അത് കമ്പ്യൂട്ടർ ആണെങ്കിലും, ലാപ്ടോപ്പ് ആണെങ്കിലും, ടാബ് ആണെങ്കിലും, അത് ഏതെങ്കിലും വഴികളാണെങ്കിലും, ഏതെങ്കിലും ബസ് സ്റ്റോപ്പ് ആണെങ്കിലും, ഏതെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും, റൂമാണെങ്കിലും, എവിടാണെങ്കിൽ ഈ കൊത്താനുള്ള സാധനം മാറ്റിവെക്കുക. എന്തിനാ കൊത്തുന്നേ? ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. ആമേൻ. പൗലോസ് ഭയപ്പെടുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം എന്താ? ആ ഒരു ഏകാഗ്രതയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ ഏതറ്റം വരെയും ഉയരും. ആ ഉയർച്ചയ്ക്കെതിരാ ഈ തടസ്സങ്ങൾ, ആ വളർച്ചയ്ക്കെതിരാണ് ഈ ചിന്തകൾ, ആ വളർച്ചയ്ക്കെതിരായിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ. ഹല്ലേലൂയ. മോനെ, നീ വളരുന്നത് ഇഷ്ടമല്ലാത്ത ഒന്നുണ്ട്, നീ ഉയരുന്ന ഇഷ്ടമല്ലാത്ത ഒന്നുണ്ട്, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഇഷ്ടമല്ലാത്ത ഒന്നുണ്ട്, നിങ്ങൾ പ്രയോജനപ്പെടുന്നത് ഇഷ്ടമല്ലാത്ത ഒന്നുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പോവാട്ടോ. നിങ്ങളൊന്ന് വിടുവിക്കപ്പെടും, നിങ്ങളുടെ ഭവനം എന്ന് വിടുവിക്കപ്പെടും. സാത്താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്നതിനെ ദൈവം ഇന്ന് കീഴ്പ്പെടുത്തും. സാത്താൻ കീഴ്പ്പെടുത്തി വ്രണപ്പെടുത്തി വെച്ചിരിക്കുന്നതിനെ എന്റെ യേശുവിന്റെ കൈ കൊണ്ട് ഇന്ന് എടുത്തുയർത്തും. സാത്താനെ ഇന്ന് കീഴ്പ്പെടുത്തും. അവനെ നിന്റെ കാൽ കീഴിലാക്കാൻ ദൈവം ഒരു അധികാരം തരും. ഹല്ലേലൂയ. വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. ആമേൻ. അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നർ എന്നറിഞ്ഞു. ഈ ദൈവം കർത്താവ് നമുക്ക് ഇട്ടേക്കുന്ന ഒരു സ്പിരിച്വൽ കവറിംഗ് ഉണ്ട്, ഒരു ക്ലോത്ത് ഉണ്ട്, ഒരു ഹെവൻലി ലെയർ ഉണ്ട്. കർത്താവ് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു രീതിയുണ്ട്. ഒരു രീതിയുണ്ട്. ആ ഒരു ടേസ്റ്റ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ആ ഒരു ടേസ്റ്റ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, ഈ മാരിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം, ഈ മാരിനേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളിപ്പോൾ ചിക്കൻ പുരട്ടുന്നു എന്ന് വയ്ക്കുക, അതിനകത്ത് എന്തൊക്കെ ഇടും? വായിൽ വെള്ളം ഓടരുത്. അങ്ങനെ ഉപവാസത്തിലിരിക്കുന്നവർ ദയവായി എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടിക്കോളാം. ചിക്കൻ പുരട്ട നിങ്ങൾ എന്തൊക്കെ ഇടും? നിങ്ങൾ കറി മസാല ഇടും, മുളക് പൊടി ഇടും, മല്ലിപ്പൊടി ഇടും, ഉപ്പിടും, മഞ്ഞൾപ്പൊടി ഇടും, ചിലർ തൈരൊഴിക്കും, ചിലത് മുട്ട പൊട്ടിച്ചൊഴിക്കും. പലരും ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ്. എന്നിട്ട് ഫൈനലി നിങ്ങൾ അത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായതിൻ്റെ പിന്നിൽ ഉപ്പ് മാത്രമല്ല കാരണം, മുളക് പൊടി മാത്രമല്ല കാരണം, മഞ്ഞൾപ്പൊടി മാത്രമല്ല കാരണം, തൈര് മാത്രമല്ല കാരണം, ഗരം മസാല മാത്രമല്ല കാരണം, പലതും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ അതിനെ മാരിനേറ്റ് ചെയ്തെടുത്തത്. അതുപോലെ ദൈവം ഒരു വ്യക്തിയെ ആക്കി വെച്ചിരിക്കുമ്പോൾ, ഇപ്പൊ കർത്താവ് എന്നെ നിങ്ങളുടെ മുമ്പിൽ ആക്കി വെച്ചേക്കുന്നതിന്റെ പിന്നിൽ ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന ലാഘവത്തിൽ എന്തോ ഒന്നുകൊണ്ട് ഭൂമെന്ന് പറഞ്ഞ് ഇട്ടോടെ ഞാൻ ഇങ്ങനെ ആയതല്ല. എന്നെ ഇങ്ങനെ ആക്കി മാറ്റാൻ അവിടുന്ന് ഒത്തിരി പണിപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞെ, നിങ്ങളെ ദൈവം ഈ രീതിയിലൊക്കെ കൊണ്ടുവരാൻ, നിങ്ങളിന്ന് ഏതെങ്കിലും ഒരു ഉയർച്ചയിലൊക്കെ നിൽക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു വളർച്ചയിലൊക്കെ നിൽക്കുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കഠിനാധ്വാനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ലഘൂകരിക്കരുത്. നിങ്ങളെ കഠിനാധ്വാനിയാക്കി മാറ്റാൻ, നിങ്ങളെ ഒരു ഉപവസിക്കുന്ന വ്യക്തിയാക്കി മാറ്റാൻ, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാക്കി മാറ്റാൻ കർത്താവ് ഒരുപാട് 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 ചെറുതും വലുതുമാകുന്ന രീതികളിൽ പണിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത കാര്യം പറഞ്ഞ പോലെ, ഈ ഒരു ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം എത്ര ചിക്കൻ കൊതിയാനാണെങ്കിലും കഴിക്കാൻ പോണില്ല. ഇതിൽ ഉപ്പിടാതെ ഇന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കണം, കഴിക്കുമെന്നറിയാം.
അപ്പൊ ഈ ഒരു ടേസ്റ്റ് മാറ്റുക, നമ്മുടെ ഒരു ആത്മീയ ചുവ, ഒരു സ്പിരിച്വൽ ടേസ്റ്റ് ഒരു വ്യക്തിയിൽ മാറി നിന്നാൽ മാത്രമേ സാത്താന് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. അതൊരു വീടാണേലും അങ്ങനെ തന്നെ. ആരാധന മുടങ്ങിയ വീടിനകത്ത് സാത്താന് ക്ഷണം ഒന്നും പറയേണ്ട, പുള്ളി താനേ വന്ന് കയറി ഇരുന്ന് ചായ കുടിച്ചോളും. ആരാധന മുടങ്ങിയ വീടിനകത്ത് സാത്താൻ കയറും. പ്രാർത്ഥന മുടങ്ങിയ വീടിനകത്ത് സാത്താൻ കയറും. കള്ളു കുടിച്ച് ചീത്ത പറയുന്ന വീടിനകത്ത് സാത്താൻ കയറും. വീടിനകത്തിരുന്ന് മറ്റുള്ളവരെ കുറിച്ച് ഏഷണി കൂട്ടുന്ന അമ്മാമേ, നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും വീട്ടിൽ പാമ്പ് കയറുമെന്നല്ല, പാമ്പിനെ പോലുള്ളവൻ കയറും. ഹല്ലേലൂയ. നമ്മൾ എത്ര അന്യഭാഷ പറഞ്ഞാലും ഒരു വ്യക്തിക്കിട്ട് 10 കുത്തി ആരെങ്കിലും വിളിച്ച് കുറ്റം പറഞ്ഞ സാത്താൻ കയറും. എത്ര രക്തം ജയം ഗ്ലോറി പറഞ്ഞാലും കാര്യമില്ല, സാത്താൻ കയറും. ഹല്ലേലൂയ. കാരണം ഇവിടെ ഇരുന്ന് 10 കുത്തി വിളിക്കുന്ന ഏലിയാമയാണെങ്കിലും വിളി പോകുന്നത് ആദ്യം പോകുന്ന സാത്താനാ. നമ്മൾ ഈ 10 കുത്തുമ്പോൾ ആദ്യം ടവറിന് ചെന്നിട്ട് പുള്ളിക്ക് ഫോൺ അവിടെ എത്തത്തുള്ളൂ. ആദ്യം ഈ സാധനം റേഡിയേഷൻ പിടിക്കുന്നൊരു സാധനമുണ്ട് നമ്മുടെ വീടിന്റെ ഒക്കെ മേളിൽ പൊങ്ങി നിൽക്കുന്നൊരു സാധനം, ടവർ. ആ സാധനത്തിൽ ചെന്ന് ഈ സാധനം കുത്തിയിട്ടേ അവിടുന്ന് മറ്റേ വ്യക്തിക്ക് കണക്ഷൻ പോവുള്ളൂ. നമ്മളൊരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ആദ്യം ചെന്ന് കൊള്ളുന്ന സാത്താനാ. ദേ പുള്ളി നിന്നെ വിളിക്കുന്നു എന്ന് പറയും, ദേ ആ വീട്ടിൽ ഇരിക്കുന്ന ആളെ നിന്നെ വിളിക്കുന്നു, അങ്ങടെയല്ലെന്ന് പറയും. ഹല്ലേലൂയ. കാര്യം എന്നാ? അവന്റെ പ്രോഡക്റ്റാ നമ്മൾ യൂസ് ചെയ്യുന്നേ. ഏഷണി, അസൂയ, നുണ പറച്ചിൽ, കുറ്റം പറച്ചിൽ, വിധിക്കൽ, മാർക്കിടൽ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. ആദ്യം ഞാൻ എന്റെ സ്പിരിച്വൽ ലൈഫിന് മാർക്കിടട്ടെ, എന്നിട്ട് ഞാൻ മറ്റുള്ളവന് മാർക്കിടാൻ പോവാം. സ്തോത്രം. ആരാധന കുറഞ്ഞ വീട്ടിൽ സാത്താൻ കയറും. വിശുദ്ധിയില്ലാത്ത വീട്ടിൽ സാത്താൻ കയറും. ദൈവത്തിന് ഇടമില്ലാത്ത വീട്ടിൽ സാത്താൻ കയറും. ദൈവസ്നേഹം വസിക്കാത്ത വീട്ടിൽ സാത്താൻ കയറും. കുറ്റം പറയുന്ന വീട്ടിൽ സാത്താൻ കയറും. ദുണ പറയുന്ന വീട്ടിൽ സാത്താൻ കയറും. ദൈവഭയം ഇല്ലാത്ത വീട്ടിൽ സാത്താൻ കയറും. ദൈവസ്നേഹം ഇല്ലാത്ത വ്യക്തികളിൽ സാത്താൻ കയറും. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മാറണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറിയതിനെ, എൻ്റെ ലൈഫിൽ കയറിയതിനെ, എൻ്റെ ജീവിതത്തിൽ കയറിയതിനെ തകർക്കാൻ തയ്യാറാവണം. എത്ര പേർക്ക് പറയാൻ പറ്റും തകർക്കാൻ? ഹവ്വായുടെ കീഴടങ്ങൽ ഒരു മനുഷ്യനെ മുഴുവൻ സാത്താന്റെ കാൽ കീഴിലാക്കി കളഞ്ഞു. എന്നാൽ കർത്താവിൻ്റെ കീഴ്പ്പെടൽ, കീഴടങ്ങൽ വേറെ, കീഴ്പ്പെടൽ വേറെ. സാത്താന്റെ വാക്കിന് കീഴടങ്ങിയ ഹവ്വായിക്ക് ഒരു മനുഷ്യനെ മുഴുവനും സാത്താന് ബലി കൊടുക്കേണ്ടി വന്നു, സാത്താനെ വെച്ചു കൊടുക്കേണ്ടി വന്നു. ഒരു മനുഷ്യരാശിയെ മുഴുവനും സാത്താന് വെച്ചു കൊടുക്കേണ്ടി വന്നു. പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രന്റെ കീഴ്പ്പെടലിന് ഒരു മനുഷ്യനെ മുഴുവൻ ദൈവത്തിന് വേണ്ടി നേടാൻ സാധിച്ചു. ഞാനതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ആദമിനെ തൊടണമെങ്കിൽ ഒരു ഹവ്വായെ സാത്താൻ കയ്യിലെടുക്കും. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ഹവ്വായെ സാത്താൻ കയ്യിലെടുക്കണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ, എന്തെങ്കിലും ഒന്ന് സ്പാർക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കും. എന്നാൽ ദൈവശബ്ദത്തെ മറന്നു പോകാത്ത, ദൈവസ്നേഹത്തെ മറന്നു പോകാത്ത, ദൈവത്തിന്റെ ക്രിസ്തുവുമായിട്ടുള്ള ഏകാഗ്രത മറന്നു പോകാത്ത വ്യക്തികളാക്കി ഇന്ന് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ചിലത് അതിനെ തകർത്തെറിയാൻ പോവുക. നിന്റെ ഭവനത്തിനകത്തുനിന്ന് സാത്താൻ ഈ സെക്കൻഡിൽ ഇറങ്ങി ഓടുന്നൊരു സമയമാണ്. നിങ്ങളുടെ ലൈഫിനകത്തുനിന്ന് ഈ മെസ്സേജ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഇന്ന് ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഇതിലെവിടെയെങ്കിലും സാത്താനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എനിക്കുണ്ടെന്ന് വരികിൽ ഞാനത് നിയമപരമായി യേശുവിൻ്റെ നാമത്തിൽ കട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവന്റെ ലൈഫിൽ ഇന്നൊരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഹോ റബശമ്മ കമൻ. സാത്താൻ കീഴടക്കാത്ത ഭവനങ്ങൾ ഇന്നു മുതൽ ഉണ്ടാകും. സാത്താൻ കയറാത്ത ഭവനങ്ങൾ ഇന്നു മുതൽ ഉണ്ടാകും. സാത്താൻ വാഴാത്ത തലമുറകൾ ഇന്നു മുതൽ ഉണ്ടാകും. സാത്താൻ തൊടാത്ത തലമുറകൾ, വ്യക്തികൾ ഇന്നു മുതൽ ഉണ്ടാകും. സാത്താൻ നോക്കാത്ത വ്യക്തികൾ. ഓ റഫാന ശ്യാം ദനെ റിഗൽ ഖമൻ. കമോൺ, പ്രാർത്ഥിച്ച്. സാത്താന് കീഴ്പ്പെടാത്ത ഒരു കൂട്ടം,
ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാത്താന് കീഴ്പ്പെടാത്ത ഒരു കൂട്ടം, സാത്താന് കീഴ്പ്പെടാത്ത ഒരു കൂട്ടം, സാത്താന് കീഴ്പ്പെടാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ രക്ഷിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ബുദ്ധിയെ സാത്താൻ തൊടുന്നു, നിങ്ങളുടെ തലമുറകളുടെ ബുദ്ധിയെ സാത്താൻ തൊടുന്നു, നിങ്ങളുടെ ചിന്തകളെ സാത്താൻ തൊടുന്നു. അവൻ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ്, നിങ്ങളെ ഒരു റോങ് ഡിസിഷൻ എടുക്കാൻ, അവൻ നിർബന്ധിക്കുന്നു. ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് വിടുവിക്കാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. നഷ്ടപ്പെട്ടു പോയ ഒരു ആത്മീയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയൊരു ആത്മീയ ചൈതന്യം, നഷ്ടപ്പെട്ടു പോയൊരു ദൈവകൃപ മടക്കി പിടിക്കാൻ പരിശുദ്ധാത്മാവ് ഒരവസരം നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ആ ദൈവ ശബ്ദത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആ ദൈവ ശബ്ദത്തോട് പ്രതികരിക്കുന്ന ചിലരെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു സേന ഇന്ന് വീടുകൾക്കകത്ത് ഇറങ്ങുന്നു. അസംഖ്യം ദൂതന്മാർ, സത്താനുമായി പടവെട്ടുന്ന ദൂതന്മാർ. ഞാൻ ആത്മാവിൽ കാണുന്നു, അന്തരീക്ഷത്തിൽ ഒരതിശക്തമായ യുദ്ധം നടക്കുകയാണ്. അന്തരീക്ഷ മണ്ഡലങ്ങളിൽ, ആകാശ മണ്ഡലങ്ങളിൽ അതിശക്തമായ ഒരു യുദ്ധം. യെസ്, ആമേൻ. ലീഗലി മനുഷ്യർ ദൈവത്തിന് കൊടുത്ത അതേ കർത്താവേ, ഞങ്ങളെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ സാത്താന് കൊടുത്ത, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സാത്താന് കൊടുത്ത, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി സാത്താന് കൊടുത്ത എല്ലാ ലീഗൽ റൈറ്റ്സും ഞങ്ങൾ കട്ട് ചെയ്യുന്നു. ഞങ്ങൾ യേശുവിന്റെ ഏകാഗ്രതയിലേക്ക് തിരിയുകയാണ്, യേശുവിന്റെ സ്നേഹത്തിലേക്ക് തിരിയുകയാണ്. പുത്രൻ തമ്പുരാന്റെ രക്തമേ, യേശു ക്രിസ്തുവിന്റെ രക്തമേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. എല്ലാ സാത്താനീയ തന്ത്രങ്ങളും ഞങ്ങൾ റെബ്യൂക്ക് ചെയ്യുന്നു, എല്ലാ സാത്താനീയ വാഴ്ചകളും ഞങ്ങൾ നിരോധിക്കുന്നു. ഭവനങ്ങൾക്കകത്ത് ദൈവശക്തി വ്യാപരിക്കുകയാണ്. വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. കമോൺ, വിശ്വസിക്കുന്നവർ പ്രതികരിക്കുമ്പോൾ അസാധാരണമായ ദൈവശക്തി, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. കമോൺ, ഇതിനകത്തുനിന്ന് വെളിപ്പെട്ടു തുടങ്ങുകയാണ്. വെളിപ്പെടട്ടെ. വിടുതൽ ആവശ്യമുള്ളവരെ കർത്താവ് തൊടുന്നു. അതെ, നിങ്ങളുടെ ഭവനത്തിനകത്തുള്ളൊരു വ്യക്തിയെ നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറുവാൻ സാത്താൻ ഉപയോഗിച്ച എല്ലാ തന്ത്രവും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. സാത്താൻ ഉപയോഗിച്ച വ്യക്തികളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ബ്രേക്ക് ആകട്ടെ. Yes, in the name of Jesus. അത് സംഭവിക്കുന്നു. നിങ്ങളുടെ ഹെൽത്ത് ഏത് രീതിയിൽ വഷളാകണമെന്ന് സാത്താൻ ചിന്തിച്ചോ, അതിനുവേണ്ടി സാത്താൻ യൂസ് ചെയ്ത എല്ലാ ചീട്ടുകളും ഇപ്പോൾ കീറട്ടെ. അതിന്റെ ഇൻഫ്ലുവൻസുകൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഓ ഗ്ലോറി. Hallelujah. Thank you, Lord Jesus. Horamanasiandane Jesus. Sharamamamama rakonobu santalaya. Libra seterele mongosh. Ratasatalboro fanakas. Oh, hallelujah. ഈ സെക്കൻഡിൽ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ലൈഫിൽ തന്ന വലിയ വിടുതലിനായി നന്ദി. സാത്താൻ വെട്ടിയ വഴികൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ മൂടുന്നു. സാത്താൻ ഉണ്ടാക്കിയ ചാനൽസ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ റദ്ദ് ചെയ്തു, ഡീആക്ടിവേറ്റ് ചെയ്തു. ദൈവമഹത്വം, ദൈവശക്തി, പരിശുദ്ധാത്മാവിന്റെ കൃപ, റഫ ശതേമായ ഞങ്ങളുടെ ലൈഫിൽ തന്ന വിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് ആരാധനകൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ നേരെ വന്ന വാക്കിന്റെ അമ്പുകളെ ദൈവം തകർത്തെറിഞ്ഞതിന് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വന്ന ശത്രുവിന്റെ തീയമ്പുകളെ ദൈവം തകർത്തെറിഞ്ഞതിന് നന്ദി. മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അതിശക്തമായി നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. ഇന്നത്തെ മെസ്സേജിൽ ഭവനങ്ങൾക്ക്, വ്യക്തികൾക്ക്, ജീവിതങ്ങൾക്ക് ഒരു വലിയ വിടുതലാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഈ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക.
ഒത്തിരി പേർ ഈ ദിവസങ്ങളിൽ എന്നോട് 40 ഡേയ്സ് പ്രയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ടെസ്റ്റിമണീസ് പറയുന്നുണ്ട്. ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഒരു മീറ്റിംഗ് പോലും വൃഥാവല്ല എന്ന് വീണ്ടും വീണ്ടും കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവകൃപയാൽ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. മോർണിംഗ് 6:30, ഈവനിങ് 6:30, 2 സമയങ്ങളിൽ ഈ ചാനലിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. തുടർന്നും അത് ഉണ്ടാകട്ടെ. അത് ദൈവസന്നിധിയിൽ വിലയേറിയതായിരിക്കുന്നുവല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ.